നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിനുള്ള വർക്കൗട്ടാണ്. ചെസ്റ്റിൻ്റെ മസിലായി വരുന്ന പെക്ടോറാലിസ് മേജറിനും പെക്ടോറാലിസ് മൈനറിനുമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സെക്കൻഡറി മസിലായി വരുന്ന ആൻറ്റീരിയൽ ഡെൽറ്റോയിഡും ബൈസെപ്സും അതായത് ട്രൈസെപ്സും ആണ്. 1 2 1 2 1 down 2. മസിൽസിന്റെ പേര് മാത്രമല്ല, ഓരോ മസിൽസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കൂടി നമ്മളത് പഠിച്ചിരിക്കണം. ചെസ്റ്റ് മസിൽ, അതായത് നമ്മുടെ പെക്ടറാലിസ് മസിൽ വർക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഷോൾഡർ അഡക്ഷൻ ആണ്. ഈ ഇൻക്ലൈൻ ഡബിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ബെഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഷോൾഡർ പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബെഞ്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വർക്കൗട്ടിൽ, അതായത് ക്ലോസ് ഗ്രിപ്പിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എൽബോ എക്സ്റ്റൻഷനും ചെറിയ തോതിലുള്ള ഷോൾഡർ ഫ്ലെക്ഷനുമാണ്. അവിടെ ചെസ്റ്റ് മസിൽസ് വർക്ക് ചെയ്യുന്നില്ല. മൂന്നാമത്തെയാണ് ഇവിടെയുള്ള ഇന്റർനാഷണൽ മണ്ടത്തരം. അതായത് അവിടെ സംഭവിക്കുന്നത് ഷോൾഡർ ഫ്ലെക്ഷൻ ആണ്, അല്ലാതെ അഡക്ഷൻ അല്ല. സോ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്നത് ആൻറ്റീരിയർ ഡെൽറ്റോയിഡ് ആണ്, അല്ലാതെ ചെസ്റ്റ് മസിൽ അല്ല. സോ നിങ്ങൾ ഇങ്ങനെയാണ് തുടർന്നുകൊണ്ട് പോകുന്നതെങ്കിൽ നാളെ നിങ്ങൾ നിന്നുകൊണ്ട് ബെഞ്ച് പ്രസ് ചെയ്യുന്ന അവസ്ഥയിലെത്തും. സോ ജോക്സ് അപ്പാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ചെറിയൊരു പയ്യൻ വന്ന് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആരും ഒന്നും പറയില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആണ് ഈ വീഡിയോ. ഇന്ന് ഒരുപാട് കുട്ടികൾ വീട്ടിൽ വെറുതെ മടിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു കാലത്ത് ഈ ഒരു പയ്യൻ വന്ന് നല്ല കോൺഫിഡൻസോടെ സംസാരിക്കുന്നത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ബട്ട് അതൊരു കറക്റ്റ് നോളജിലൂടെ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്.